സോ നമ്മൾ നേരത്തെ നമ്മുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അഞ്ജന, MSc ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്, മെഡിക്കൽ കോഡർ ആണ്. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോവാം. അപ്പൊ റീപ്രൊഡക്ഷൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഇന്നിപ്പോ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടിലെയും കൂടെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ റീപ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു. അതായത് ഒരു ഇൻഡിവിജ്വൽസ്, അതായത് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് പുതിയ തലമുറ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പുതിയ തലമുറ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ്. അപ്പൊ ഈ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ അതിലൊരു കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിരുന്നു നമ്മുടെ പഴയ കാലഘട്ടത്തിൽ. അപ്പൊ എങ്ങനെ അത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതായത് നല്ലൊരു ഹെൽത്തി സൊസൈറ്റി ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് ഡീറ്റെയിൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്കുള്ള ഒരു ഹെൽത്തി സൊസൈറ്റി ഉള്ളത്. ഏകദേശം ഒരു 50% അബോവ് നമുക്കൊരു ഹെൽത്തി സൊസൈറ്റി ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടായത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഇതിൽ ഒരുപാട് അബ്രിവേഷൻസ് പഠിക്കാനുണ്ട്, കുറെ മെത്തേഡ്സ് പഠിക്കാനുണ്ട്. സോ നന്നായി ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം, വേൾഡിലെ തന്നെ ആദ്യമായിട്ട് ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഫസ്റ്റ് കൺട്രിയാണ് എന്ത് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ തന്നെയാണ് അതിൽ ഫസ്റ്റ് ഈ ഒരു ഗോള് അറ്റൈൻ ചെയ്തിട്ടുള്ള കൺട്രി. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ആദ്യമായിട്ടൊരു ചുവട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഇന്ത്യയാണ്. ആ ഒരു ഗോള് അച്ചീവ് ചെയ്തത് ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. അപ്പോ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഒരുപാട് കപ്പിൾസ് കൂടുതലാണ്, അവര് വഴി ഉണ്ടാവുന്ന പുതിയ തലമുറയുടെ എണ്ണം എന്താണ് വളരെ കൂടുതലാണ്. ഇത് എന്തിനു കാരണമാക്കുന്നുണ്ട്? പോപ്പുലേഷന് ഒരുപാട് ഇൻക്രീസ് ഉണ്ടാക്കുന്നുണ്ട്. സോ എങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവ് സൊസൈറ്റി ഹെൽത്തി ആക്കാം, അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്ത് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫാമിലി പ്ലാനിങ്ങിലൂടെ നമുക്ക് ഒരു ഹെൽത്തി സൊസൈറ്റീനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ ഫസ്റ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അസോസിയേഷൻസ് ഉണ്ടായി. അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആയിരുന്നു RCH പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന പ്രോഗ്രാംസ്. ഈ ഒരു പ്രോഗ്രാംസ് വന്നോട് കൂടിയിട്ട് പീപ്പിൾസിന്റെ, അതായത് ആളുകൾക്കിടയിൽ റീപ്രൊഡക്ഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിനുള്ള ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ നല്ലൊരു സൊസൈറ്റീനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ പുതിയ പുതിയ ടാസ്കുകൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്തെടുക്കാം, അങ്ങനെ ഏത് രീതിയിൽ നമുക്കൊരു ഹെൽത്തി സൊസൈറ്റീനെ ബിൽഡപ്പ് ചെയ്യാം എന്നുള്ള ഒരു മോട്ടീവ് അത് ഈ ഒരു RCH പ്രോഗ്രാംസ് വഴി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ കാലങ്ങൾ കഴിയുന്തോറും ഓഡിയോ വിഷ്വൽസ് വഴിയും അതുപോലെ തന്നെ മൾട്ടിമീഡിയാസും നമ്മുടെ ഗവൺമെന്റും നോൺ ഗവൺമെന്റൽ ഏജൻസീസും എല്ലാവരും കൂടി അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്കൂളുകളിൽ എന്ത് വരാൻ തുടങ്ങി? സെക്സ് എഡ്യൂക്കേഷൻ വരാൻ തുടങ്ങി. എന്താണ് ഈ സെക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ജാള്യത അത് കുറയാൻ തുടങ്ങി. അത് എന്താണ് സെക്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, അതിന്റെ ഇന്നർ മീനിങ് പുറമെ കാണുമ്പോൾ പലർക്കും പല തെറ്റായ ധാരണകൾ ഉണ്ടെങ്കിലും അതിന്റെ ഇന്നർ മീനിങ് എന്ത് എന്നുള്ളത് ഈ എഡ്യൂക്കേഷൻസ് വഴി, അല്ലെങ്കിൽ ഈ ഒരു അസോസിയേഷന്റെ ഈ പ്രോഗ്രാംസ് വഴി ചിൽഡ്രൻസ് മുതൽ, കുഞ്ഞു കുട്ടികൾ മുതൽ അറിയാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാനായിട്ട് തുടങ്ങി. സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് മിസ്കൺസെപ്ഷൻസും അതിനെ പറ്റിയിട്ട് ഉണ്ടായി തുടങ്ങി. അതായത് സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സ്, അതിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർ ഇൻഫർമേഷൻസ്, സെക്സ് ഓർഗൻസിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ അഡോളസൻസ് ഏജിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്,
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പേഴ്സണൽ ഹൈജീൻ, അതുപോലെ തന്നെ സെക്ഷൽ പ്രാക്ടീസസ്, അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, എയ്ഡ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അവയർനെസ് നമുക്ക് എന്ത് വഴി ഉണ്ടാവാൻ തുടങ്ങി? ഈ ഒരു പ്രോഗ്രാംസ് വഴി, RCH പ്രോഗ്രാംസ് വഴി ഓരോ ആളുകളിലും ഇത് എന്ത് ചെയ്യാൻ തുടങ്ങി? എത്താനായിട്ട് തുടങ്ങി. ഇതുവഴി ഹെൽത്തി സൊസൈറ്റീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പരിധി വരെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പക്ഷെ ഈ ഒരു അറിവ്, അതായത് ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് പലരും മിസ്യൂസ് ചെയ്യാനും തുടങ്ങി. അതായത് ഒരു സമയത്ത് ഇന്ത്യയില് വളരെ പോപ്പുലർ ആയിട്ട് നിന്നിരുന്ന ഒരു സിന്തസിസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ എന്താണ് അമിനിയോ സിന്തസിസ് എന്ന് പറയുന്നത്? അമിനിയോ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊസീജിയർ. അതൊരു പ്രൊസീജിയർ ആണ്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ സെക്സ്, അതായത് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അമിനിയോ സിന്തസിസ് എന്ന് പറയുന്നത്. അമിനിയോട്ടിക് ഫ്ലൂയിഡ്, കുട്ടി കിടക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി കിടക്കുന്ന അമിനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത്. ഈ ഒരു പ്രോസസ്സ് വഴി ഒരുപാട് കപ്പിൾസ് പെൺകുട്ടികളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അബോർഷൻ നടത്താൻ തുടങ്ങി. അപ്പൊ ഈ അറിവുകൾ നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ അതിനൊരു ഉദാഹരണമായി എന്ത്? അമിനിയോ സിന്തസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്. സോ എന്ത് ചെയ്തു? അമിനിയോ സിന്തസിസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്തു. അല്ലാതെ കുറച്ച് റീസൺസ് അവരെ ബാൻ ചെയ്യുമ്പോൾ കുറച്ച് റീസൺസ് പറഞ്ഞു. സിന്തസിസ് നടത്താൻ പാടില്ല എന്നുള്ളത്. ഈ ഒരു പ്രോസസ്സ് ഈ ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ പൂർണ്ണമായും ബാൻ ചെയ്യപ്പെട്ടു. എങ്കിലും ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോർട്ട് ഓർഡർ. അതായത് ജനറ്റിക് ഡിസോർഡേഴ്സ്, ഈ ഡൗൺ സിൻഡ്രോം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുട്ടിക്കുണ്ട് എന്ന് ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്തതിന് ശേഷം ലീഗലി നമുക്ക് എന്ത് ചെയ്യാനുള്ള അവസരമുണ്ട്? അമിനിയോ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമുക്ക് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്ത് കുട്ടിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക്, ഈ ഒരു ഡിസോർഡേഴ്സിന് കുട്ടി വിധേയമാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ഫ്യൂച്ചർ പ്രൊസീജിയറിലോട്ട് പോവാം. സോ ഇത്തരത്തില് ഒരുപാട് വേരിയസ് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഇന്ന് ഒരുപാട് എൻകറേജ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ ഒരുപാട് ഗവൺമെന്റൽ അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഏജൻസീസ് അതിനെയൊക്കെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും അതൊക്കെ നിലനിർത്താനും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ഇന്ത്യയിലുള്ള ഈ ഒരു റീപ്രൊഡക്റ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഒരു 1900 മുതൽ ഒരു 2000 വരെയുള്ള നമുക്കറിയാം 1900 മുതൽ 2000 വരെയുള്ള ഈ ഒരു ഇയർ ഗ്യാപ്പില് മെറ്റേണിറ്റി മോർട്ടാൽ റേറ്റും ഇൻഫാന്റ് മോർട്ടാൽ റേറ്റും, അതായത് MMR-ഉം IMR-ഉം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് 1900 ഏകദേശം 6 ബില്യൺ ഉണ്ടായിരുന്നത് 2000 ആയപ്പോ എന്ത് ചെയ്യാൻ തുടങ്ങി? 7.2 ആയിട്ട് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ നമുക്ക് സ്റ്റേബിൾ ആക്കണം. എങ്ങനെ? ഈ ഒരു ബർത്ത് കൺട്രോൾ വഴി. ഈ ഒരു 1900 എന്ന് പറയുന്ന കാലഘട്ടത്തിലൊക്കെ നമുക്കുള്ള ക്ലിനിക്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, മെഡിസിൻസ് ആയിക്കോട്ടെ, നമുക്ക് ചുറ്റുമുള്ള ഫെസിലിറ്റീസ് എന്താണ്? വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെയും കുട്ടിയുടെയും
ആരോഗ്യം എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു വർഷങ്ങളിലെല്ലാം തന്നെ ഒരു ഡെലിവറി കഴിയുമ്പോൾ ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് എന്നുള്ള കണ്ടീഷൻസ്, ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന പ്രോസസ്സിൽ. പക്ഷെ വർഷങ്ങൾ കഴിയുന്തോറും ടെക്നിക്സ് ഒരുപാട് കൂടി, സയൻസ് ഒരുപാട് കണ്ടുപിടിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് എന്തിലും ഒരുപാട് ചേഞ്ചസ് വന്നു തുടങ്ങി. നമ്മുടെ ഈ ഒരു ഫെസിലിറ്റീസിൽ വന്ന മാറ്റം, ഒരുപാട് ഗുണങ്ങളായിട്ട് വന്നിട്ടുള്ള മാറ്റം എന്ത് കുറച്ചു? ഡെത്ത് റേറ്റ് കുറച്ചു. അതായത് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, അതായത് അമ്മയുടെ മരണനിരക്കും അതുപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ജനിച്ചതിന് ശേഷം കുട്ടിയുടെ മരണനിരക്കും എന്ത് ചെയ്തു? കുറയാനായിട്ട് തുടങ്ങി. ഒരു റാപ്പിഡ് ഡിക്ലൈൻ തന്നെയാണ് എന്ത് ചെയ്തത്? നമുക്ക് കാണാനായിട്ട് പറ്റിയത്. പക്ഷെ അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി? പോപ്പുലേഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്തായിരുന്നു നമ്മുടെ RCH പ്രോഗ്രാമിന്റെ ഏറ്റവും കൂടുതൽ ഈ ഒരു RCH പ്രോഗ്രാം വാലിഡ് ആയത് എപ്പോഴാണ്? ഈ ഒരു കാലഘട്ടങ്ങളിലായിരുന്നു. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവയർനെസ് കൊടുക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഹം ദോ ഹമാരാ ദോ എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. സോ ഈ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന മെത്തേഡ്സ് കൊണ്ടുവന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ്. അതായത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിരിക്കണം. സൈഡ് എഫക്ട്സ് എന്തായിരിക്കണം? വളരെ കുറവായിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് വൈഡ് റേഞ്ച് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതിനെ നമുക്ക് നാച്ചുറൽ എന്നും ട്രഡീഷണൽ അഥവാ ബാരിയർ മെത്തേഡ്സ്, IUDs, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇൻജെക്റ്റബിൾ, ഇംപ്ലാന്റ്സ് ആൻഡ് സർജിക്കൽ മെത്തേഡ്സ്, ഇതൊക്കെയാണ് ഇന്ന് നിലവിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് നാച്ചുറൽ മെത്തേഡ് ആണ്. നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഓവത്തിന്റെയും സ്പേമിന്റെയും മീറ്റിംഗ് ഒഴിവാക്കുക എന്നുള്ളത്, അതായത് ഒരു ഫെർട്ടിലൈസേഷൻ ഒഴിവാക്കുക എന്നുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡാണ് ഇത് നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം പീരിയോഡിക് ആബ്സെൻസിലാണ് ഈ ഒരു പ്രോസസ്സ് ശരിക്കും നടത്തേണ്ടത്. പക്ഷെ ഇവിടെ 90% ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഒരു പ്രഗ്നൻസി ഉണ്ടാവാൻ വളരെ ചാൻസ് ഈ ഒരു നാച്ചുറൽ മെത്തേഡ് വഴി കൂടുതലാണ്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു ബാരിയർ മെത്തേഡിൽ ഓവത്തിന്റെയും സ്പേമിന്റെയും ഫിസിക്കൽ മീറ്റിംഗ് ബാരിയേഴ്സ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോണ്ടംസ്, അതുപോലെ തന്നെ ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ്, വാളറ്റ്സ്, അതൊക്കെയാണ്. ഇതുവഴി മെയിൽസിലും ഫീമെയിൽസിലും ഓവും സ്പേമും എൻറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് അനദർ ഒരു മെത്തേഡാണ് IUDs, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അബ്രിവേഷൻസ് ആണ്. അതായത് MMR, IMR, STDs, IUDs, ഇതിന്റെയൊക്കെ എക്സ്പാൻഷൻസ് ചോദിക്കാൻ വളരെ 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 ചാൻസ് കൂടുതലാണ്. സോ ഓരോ എക്സ്പാൻഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി തന്നെ പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുമ്പോഴുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. വളരെ കുറച്ച്, ഒരുപാടൊന്നും ഉണ്ടാവില്ല, ഒരു 30-30ന്റെ ഉള്ളിലുള്ള അബ്രിവേഷൻസേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മാക്സിമം നിങ്ങൾ അത് എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അത് നന്നായിട്ട് മനസ്സിലാവും. സോ അത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഈ ഒരു ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അഥവാ IUDs എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം, അല്ലെങ്കിൽ ഒരു നഴ്സിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു IUD എന്ന് പറയുന്നത് ഒരു നോൺ മെഡിക്കേറ്റഡ് IUDs എന്ന് അവൈലബിൾ ആണ്. IUDs മെഡിക്കേറ്റഡും ഉണ്ട്, നോൺ മെഡിക്കേറ്റഡും ഉണ്ട്. നോൺ മെഡിക്കേറ്റഡിന് എക്സാമ്പിൾ ആണ് ഇത് ലിപ്പീസ് ലൂപ്പ്. ഇതൊക്കെ നമുക്ക് വൺ വേർഡുകളായിട്ട് എക്സാമിന് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
ഇനി കോപ്പർ റിലീസിങ് IUD ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് CUT, CU7, മൾട്ടിലോഡ് 375. ഇനി ഹോർമോൺ റിലീസിങ് IUDക്ക് എക്സാമ്പിൾ ആണ് പ്രൊജസ്ട്രേറ്റ്, LNG-20 എന്ന് പറയുന്നത്. ഇനി ഈ ഒരു IUD ഇൻക്രീസ് ചെയ്യുന്നത് ഫാഗോസൈറ്റിസ് ഓഫ് സ്പേംസിന് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള IUDs, ഈ കോപ്പർ റിലീസിങ് IUDs യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പർ എന്ത് ചെയ്യും? യൂട്രസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പേമിനെ എന്ത് ചെയ്യും? അത് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി അതിനെ നശിപ്പിച്ച് കളയും. സോ ഫെർട്ടിലൈസേഷൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? നടക്കത്തില്ല. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ്. നാച്ചുറൽ മെത്തേഡ് നമ്മൾ പറഞ്ഞു, പിന്നെ ബാരിയർ മെത്തേഡ് പറഞ്ഞു, IUDs പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് IUDs ആണ്. IUDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രായൂട്രൻ ഡിവൈസ് ആണ്. ബാക്കിയുള്ളതൊക്കെ സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ IUD എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഡോക്ടറെയോ നഴ്സിന്റെയോ സഹായം ഇല്ലാതെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. IUD മെയിൻ ആയിട്ട് 3 ടൈപ്പ്, 3 അല്ല, മെഡിക്കേറ്റഡും ഉണ്ട്, നോൺ മെഡിക്കേറ്റഡും ഉണ്ട്. നോൺ മെഡിക്കേറ്റഡിന് എക്സാമ്പിൾ ആണ് ലൂപ്പ്. കോപ്പർ റിലീസിങ് IUDക്ക് എക്സാമ്പിൾ ആണ് CUT, CU7, മൾട്ടിലോഡ് 375. ഹോർമോൺ റിലീസിങ് IUDക്ക് എക്സാമ്പിൾ ആണ് പ്രൊജസ്ട്രേറ്റ്, LNG-20. ഇനി ഒരു ഹോർമോൺ റിലീസിങ് IUD അഥവാ ഈ ഒരു കോപ്പർ റിലീസിങ് IUD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേം എൻട്രി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ IUD എന്ത് ചെയ്യും? അതിൽ നിന്ന് ഈ ഒരു സ്പേമിനെ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഇതിനെ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. സോ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഇനി അതുപോലെ തന്നെ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അതുപോലെയുള്ള വേറൊരു മെത്തേഡാണ് പിൽസ്. അതായത് ഫീമെയിൽസിന് കഴിക്കാൻ പറ്റുന്ന അത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് എന്ത്? പിൽസ് എന്ന് പറയുന്നത്. ഈ പിൽ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷനിൽ വരുന്ന അനദർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഓറൽ. ഓറൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ പിൽസ് എന്ന് പറയുന്നത്. ഈ പില്ല് എന്ന് പറയുന്നത് ഏകദേശം 21 ഡേയ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. 7 ഡേയ്സ് ഗ്യാപ്പിലായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് എന്ത്? സർജിക്കൽ മെത്തേഡ്സ് അഥവാ സ്റ്റെറിലൈസേഷൻ എന്ന് നമ്മൾ പറയും. ഈ സർജിക്കൽ മെത്തേഡ് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ആണ് ഉള്ളത്, വാസക്ടമിയും ട്യൂബെക്ടമിയും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. വാസക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ വാസ് ഡെഫറൻസ് എന്ത് ചെയ്യും? കട്ട് ചെയ്യുകയും അത് ടൈ ചെയ്ത് വെക്കുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാസക്ടമി എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് വാസ് ഡെഫറൻസ്. അത് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കും. ഇനി നെക്സ്റ്റ് വൺ ആണ് ട്യൂബെക്ടമി. ട്യൂബെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ നടക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ്. ഇതില് ഒരു സ്ത്രീയുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ഫെലോപ്പിയൻ ട്യൂബ് എന്ത് ചെയ്യും? കട്ട് ചെയ്ത്, അതായത് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഫെലോപ്പിയൻ ട്യൂബ്സ് എന്ത് ചെയ്യും? കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് എന്ത്? ട്യൂബെക്ടമി എന്ന് പറയുന്നത്. അപ്പോ ഇത്രയാണ് നമ്മൾ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആയിട്ട് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു നമ്മൾ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആയിട്ട് പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു? നാച്ചുറൽ മെത്തേഡ്സ്, ബാരിയർ മെത്തേഡ്സ്, കോണ്ടംസ്, IUDs, പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഏതായിരുന്നു? പില്ല്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് സഹേലി എന്ന് പറയുന്ന ടാബ്ലറ്റ്, സഹേലി എന്ന് പറയുന്ന പില്ല്. അതും ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആയിരുന്നു ഫോർ ബർത്ത് കൺട്രോൾ. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു സർജിക്കൽ മെത്തേഡ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? മെയിലിലും ഫീമെയിലിലും നടക്കുന്ന വാസക്ടമി ആൻഡ് ട്യൂബെക്ടമി. വാസക്ടമി നടക്കുന്നത് മെയിലിലാണ്, ട്യൂബെക്ടമി നടക്കുന്നത് ഫീമെയിൽസിലാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ MTP. സോ MTP എന്ന് പറയുന്ന അബ്രിവിയേഷൻ എഴുതിയെടുക്കുക, അതിന്റെ എക്സ്പാൻഷൻ നോക്കുക. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പ്രഗ്നൻസിയുടെ മുൻപ് തന്നെ അതിനെ ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്, അഥവാ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന് പറയും. അതായത് ഒരു വർഷത്തില് ഏകദേശം 1/5 നമ്പർ ഓഫ് കൺസീവ്ഡ് പ്രഗ്നൻസീസ്
MTP വഴി എന്ത് ചെയ്യുന്നുണ്ട്? ടെർമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇനി എന്തിനാണ് MTP എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസീസ്, അതുപോലെ തന്നെ മദറിന് ബൈ ബർത്ത് വഴി, അതായത് കുട്ടിയുടെ ഈ ഒരു ഗ്രോത്ത് വഴി അല്ലെങ്കിൽ കുട്ടിയുടെ ബർത്ത് വഴി അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റേപ്പ് കേസ്, അല്ലെങ്കിൽ അൺഫെയിലിയർ കോൺട്രസെപ്റ്റീവ് കോയിറ്റസ്, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വഴി പ്രഗ്നൻസി ഉണ്ടാവുകയും അത് കൺട്രോൾ ചെയ്യാനായിട്ടാണ്, ആ ഒരു പ്രഗ്നൻസി ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? MTP എന്ന് പറയുന്നത്. ഈ ഒരു MTP ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അപ് ടു 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. ഇനി ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് എന്താണ്, റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അമ്മയുടെ ഹെൽത്തിനെ വരെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഈ ഒരു MTP എന്ന് പറയുന്നത്. സോ ആദ്യത്തെ 12 ആഴ്ചയ്ക്കുള്ളിൽ ഇത് നടത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അഥവാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയും. അതായത് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അഥവാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, വെനറൽ ഇൻഫെക്ഷൻസ്, വെനറൽ ഡിസീസസ് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഗൊണോറിയ, സിഫിലിസ്, ജെനൈറ്റൽ ഹെർബ്സ്, ഇതെല്ലാം എന്താണ്? ഒരുപാട് STDസിന് അല്ലെങ്കിൽ STIസിന് എക്സാമ്പിൾ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു STI ആണ് HIV എന്ന് പറയുന്ന വൈറസ് പരത്തുന്ന എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസ്. അതായത് ഒരു ഹെൽത്തി അല്ലാത്ത പ്രഗ്നൻസി, അല്ലെങ്കിൽ സേഫ് അല്ലാത്ത, ഹെൽത്തി അല്ലാത്ത സേഫ് അല്ലാത്ത പ്രഗ്നൻസി വഴി ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു എയ്ഡ്സ് ഉള്ള ആള് വഴി പകരുന്ന ഒരു STD ആണ് എന്ത്? HIV എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇതുവഴി കുട്ടിക്കും അല്ലെങ്കിൽ മദറിനും അടുത്ത ജനറേഷൻസിന് വരെ ഈ ഒരു എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു എയ്ഡ്സ് ഉണ്ടാവുന്നു എന്നുള്ളത് നോക്കാം. ഒന്ന് അൺവാണ്ടഡ് പ്രഗ്നൻസി വഴി, രണ്ടാമത്തത് അവർ യൂസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി, ദാറ്റ് മീൻസ് നീഡിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി. ഈ ഇത്തരത്തിലുള്ള രീതികൾ വഴി എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇതൊരിക്കലും ഒരാള് ടച്ച് ചെയ്തത് കൊണ്ടോ ഒന്നും പകരില്ല. സെക്ഷൽ കോണ്ടാക്ട് അല്ലെങ്കിൽ നീഡിൽസ് യൂസ് ചെയ്യുന്നത് വഴി ഒക്കെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിൽ നിന്ന് മറ്റൊരു പാർട്ട്ണറിലേക്ക് ത്രൂ കോണ്ടാക്ട് വഴി, കോയിറ്റസ് വഴിയൊക്കെയാണ് സ്പ്രെഡ് ആവുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, അൺനോൺ പാർട്ട്നേഴ്സ് വഴി അഥവാ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വഴി സെക്സ് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ കോയിറ്റസിന്റെ ടൈമിൽ കോണ്ടംസ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ ഡയഗ്നൈസ് ചെയ്യാം. ഇത്രയാണ് എയ്ഡ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഒരു STIക്ക് അഥവാ STDക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. എയ്ഡ്സ് ഉൾപ്പെടെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഗോണോറിയ, സിഫിലിസ്, ജെനൈറ്റൽ ഹെർബ്സ്, ജെനൈറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണാസിസ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇൻഫെർട്ടിലിറ്റി ആണ് പറയാനുള്ളത്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടികൾ ഉണ്ടാകാത്ത ഒരവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് കപ്പിൾസ് നമ്മുടെ ഇന്ത്യയിൽ നേരിടുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്.
സോ ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് ഇന്ന് അവൈലബിൾ ആണ്. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, ഒരു ടെക്നിക്കായിരുന്നു ആർട്ട് എന്ന് പറയുന്നത്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അപ്പൊ ഈ ആർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ അബ്രിവേഷൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് ആയിരുന്നു ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF എന്ന് പറയുന്നത്. IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്താണ്, ഒരു അമ്മയുടെ ശരീരത്തിനകത്ത് നടക്കുന്ന സെയിം പ്രോസസ്സുകൾ പുറത്ത് ഔട്ട്സൈഡ് ദ ബോഡി അതിന് വേണ്ട എല്ലാ കണ്ടീഷൻസും ക്രിയേറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടത്തുന്നു. ഇത് നടത്തുന്നത് എംബ്രിയോ ട്രാൻസ്ഫർ വഴിയാണ്. അതായത് ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും എംബ്രിയോ കളക്ട് ചെയ്ത് ഔട്ട്സൈഡ് ദി ബോഡി നമ്മൾ എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഷൻ നടത്തും. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഫെർട്ടിലൈസേഷൻ നടത്തി ആ ബേബിയെ നമ്മൾ വളർത്തിയെടുക്കുന്നത് എന്തിലായിരിക്കും, ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും. ഇത്തരത്തിലുള്ള മെത്തേഡ്സിനെ പ്രോപ്പർലി നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇതില് ഓവം നമ്മൾ എടുക്കുന്നത് ഒന്നുകിൽ കപ്പിൾസിന്റെ വൈഫിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പുരുഷനിൽ നിന്നായിരിക്കും, ഹസ്ബൻഡിൽ നിന്നായിരിക്കും. ഇനി അഥവാ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബൈ ഡൊണേഷൻ നടത്തിയവരിൽ നിന്നും ഗ്യാമേറ്റ്സ് നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. സോ അടുത്ത ഒരു മെത്തേഡായിരുന്നു സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതും ഒരു IUT ആണ്, ഒരു ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. ഇത് നമ്മൾ നടത്തുന്നത് എങ്ങനെയാണ്, ഇൻ വിവോ ഫെർട്ടിലൈസേഷൻസ് വഴിയാണ്. സോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ആണ്, ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇവിടെ ഓവം ഒരു ഡോണറിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ യൂട്രസിൽ കൊണ്ടുപോയി ട്രാൻസ്ഫർ ചെയ്തിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു നമ്മൾ നടത്തുന്നത് ICSI എന്ന് പറയുന്ന മെത്തേഡ് വഴിയാണ്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻസ് വഴിയാണ് നമ്മൾ ഇതൊക്കെ നടത്തുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI എന്ന് പറയും, AI ടെക്നിക്. അതായത് പുരുഷനിൽ നിന്ന് സെമൻ കളക്ട് ചെയ്ത് ഒരു ഹെൽത്തി ഡോണർ ആയിട്ടുള്ള ഒരു പുരുഷനിൽ നിന്ന് സെമൻ കളക്ട് ചെയ്ത് ഒരു ഫീമെയിലിന്റെ യൂട്രൈൻ ട്രാക്റ്റിലോട്ട് അഥവാ വജൈനയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തില് നമുക്ക് ഒരു പരിധി വരെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന പ്രോബ്ലം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ഈ ഒരു റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് സൊസൈറ്റീനെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്, അവിടുത്തെ പ്രോബ്ലംസും സ്ട്രാറ്റജീസും എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിനുവേണ്ടി ഫസ്റ്റ് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു RCH പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുവഴി കുട്ടികളിലും മുതിർന്നവരിലും സെക്സ് എഡ്യൂക്കേഷൻ മുതലുള്ള കാര്യങ്ങൾ വഴി അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പീപ്പിൾസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വഴി എന്താണ് ഈ ഒരു റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നതിന്റെ ഇമ്പോർട്ടൻസ് പലരിലും എത്താനായിട്ട് തുടങ്ങി. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എമിനിയോസിന്തസിസിനെ പറ്റിയിട്ടായിരുന്നു. എന്താണ് എമിനിയോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ടെക്നിക്. ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് സെക്സ് ഓഫ് ദി ബേബി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതിന്റെ മിസ്യൂസ് കാരണം ഇന്ത്യയിൽ ഈ ഒരു പ്രോസസ് എന്ത് ചെയ്തു, ബാൻ ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ. അതായത് ഒരുപാട് ടെക്നിക്സ് ഒക്കെ വന്നതോടുകൂടി ഡെത്ത് റേറ്റുകൾ കുറയാൻ തുടങ്ങി. അതുവഴി പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. സോ പോപ്പുലേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെത്തേഡ്സ് ആണ് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്, അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കാനായിട്ട്.
ഹെൽത്തി ബേബീസ് അല്ലെങ്കിൽ ഹെൽത്തി സൊസൈറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു മെത്തേഡായിരുന്നു ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്. ഇനി എന്താണ് IMR, എന്താണ് IMR, എന്താണ് MMR എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് കുറച്ച് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? നാച്ചുറൽ മെത്തേഡ്, ദെൻ ബാരിയർ മെത്തേഡ്, ടോണ്ടംസ്, ഡയഫ്രംസ്, ദെൻ IUDs. IUDs ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എക്സ്പാൻഷൻസ് നോക്കുക. IUDs മെയിൻ ആയിട്ട് മെഡിക്കേറ്റഡ് IUDs ഉണ്ട്, നോൺ മെഡിക്കേറ്റഡ് IUD ഉണ്ട്. അതിന് എക്സാമ്പിൾസ് പറഞ്ഞു. കോപ്പർ റിലീസിങ് IUD ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUD ഉണ്ട്. അതിനൊക്കെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് പീൽസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിരുന്നു സഹേലി എന്ന് പറയുന്ന ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതൊരു നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആയിരുന്നു അത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സ്റ്റെറിലൈസേഷൻ അഥവാ സർജിക്കൽ മെത്തേഡ്. അതിന് എക്സാമ്പിൾ ആയിരുന്നു ഏതൊക്കെയാ? വാസക്ടമിയും ട്യൂബെക്ടമിയും. വാസക്ടമി നടത്തുന്നത് മെയിൽസിലാണ്, ട്യൂബെക്ടമി നടത്തുന്നത് ഫീമെയിൽസിലാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് MTP ആണ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. അതായത് പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ. ഇനി എന്തിനാണ് നമ്മൾ MTP നടത്തുന്നത്? അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസും അതുപോലെ തന്നെ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് വഴി അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് വഴിയുള്ള പ്രഗ്നൻസീസ്, അതുപോലെ റേപ്പ് കേസ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് MTP എന്ന് പറയുന്നത്. ഇനി ഈ ഒരു MTP എന്ന് പറയുന്നത് സേഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. ഇനി സെക്കൻഡ് ട്രൈമസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അബോർഷൻ എന്ന് പറയുന്നത് മച്ച് റിസ്കിയർ ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അഥവാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിരുന്നു. ഗൊണോറിയ, സിഫിലിസ്, ജെനൈറ്റൽ ഹെർബ്സ്, ക്ലാമിഡയാസിസ്, ജെനൈറ്റൽ വേർഡ്സ് എന്നൊക്കെ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? STIക്ക്. STI ആണ് HIV ഇൻഫെക്ഷൻ വഴി വരുന്ന, HIV വൈറസ് വഴി സ്പ്രെഡ് ചെയ്യുന്ന എയ്ഡ്സ് എന്ന് പറയുന്നത്. അൺവാണ്ടഡ് സെക്സ് വഴി, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വഴി, അതുപോലെ വേറൊരാൾ യൂസ് ചെയ്തിട്ടുള്ള സിറിഞ്ചസ് യൂസ് ചെയ്യുന്നത് വഴി, ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു എയ്ഡ്സ് എന്ന് പറയുന്ന സ്പ്രെഡ് ആവുന്നത്. എങ്ങനെ നമുക്കത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ട്രൈ ടു യൂസ് കോണ്ടം ഡ്യൂറിങ് കോയിറ്റസ്. അതുപോലെ തന്നെ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് എടുക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻഫെർട്ടിലിറ്റി എന്താണെന്നുള്ളതാണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇന്നെബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ആർട്ട് എന്ന് പറയുന്നത്. അതുപോലെ IVF, ടെസ്റ്റ് ട്യൂബ് ബേബീസ്, സിഫ്റ്റ്, ഗിഫ്റ്റ്, ദെൻ സ്പേം ഇൻജെക്ഷൻസ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, IUI, ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. ഈ മെത്തേഡ്സ് വഴി ഒരു പരിധി വരെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. താങ്ക് യു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.